students. Here we are going to study the total cost curves, shapes of cost curves, etc. So total cost, total variable cost and total fixed cost. Here total fixed cost is horizontal straight line. Then total cost and total variable cost, the shape are inverted S shape. കഴിഞ്ഞ കോസ്റ്റ് ഫങ്ഷൻ്റെ വീഡിയോയുടെ ബാക്കിയാണ് ഈ ഭാഗം. ഇവിടെ നമ്മൾ കോസ്റ്റ് കർവുകളുടെ ഷേപ്പുകളാണ് പഠിക്കുന്നത്. ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ്, ഫിക്സഡ് കോസ്റ്റിൽ ഒരു ചേഞ്ച് ഇല്ലാത്ത കോസ്റ്റ് ആണല്ലോ. അപ്പോൾ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ലൈനാണ്, ഹൊറിസോണ്ടൽ സ്ട്രെയിറ്റ് ലൈനാണ്, ഒരു ചേഞ്ചും വരുന്നില്ല. ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് സീറോയിൽ നിന്നാണ് തുടങ്ങുന്നത്. കാരണം പ്രൊഡക്ഷൻ സീറോയിൽ നിന്ന് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് വേരിയബിൾ കോസ്റ്റ് അവിടെ ഉണ്ടാകുന്നു. ഇപ്പോൾ ഇൻവേർട്ടഡ് എസ് ഷേപ്പാണ്. വേരിയബിൾ കോസ്റ്റും ഫിക്സഡ് കോസ്റ്റും ചേർന്നതാണ് ടോട്ടൽ കോസ്റ്റ്. അതുകൊണ്ടാണ് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റിന് മുകളിൽ വെച്ചിട്ട് ടോട്ടൽ കോസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി കോസ്റ്റ് കർവ്സ് അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഒരേപോലെ ഷേപ്പുള്ള കോസ്റ്റ് കർവിനെ ഒന്നിച്ചാക്കിയിട്ടുണ്ട്. അതായത് യു ഷേപ്ഡ് ആയിട്ടുള്ള കർവുകളാണ് എം സി, എ ടി സി ആൻഡ് എ വി സി. എം സി എന്ന് പറഞ്ഞാൽ മാർജിനൽ കോസ്റ്റ്, എ ടി സി എന്ന് പറഞ്ഞാൽ ആവറേജ് ടോട്ടൽ കോസ്റ്റ്, ദെൻ ആവറേജ് വേരിയബിൾ കോസ്റ്റ്. ഇത് മൂന്നും യു ഷേപ്ഡ് ആണ്. ഇനി ഇതിലൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആവറേജ് വേരിയബിൾ കോസ്റ്റിൻ്റെയും ആവറേജ് ടോട്ടൽ കോസ്റ്റിൻ്റെയും മിനിമം പോയിൻറ്റിലൂടെയാണ് മാർജിനൽ കോസ്റ്റ് കടന്നു പോകുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കുക, Q1 Q2 എന്നുള്ള പോയിൻ്റ്. അപ്പോൾ അതിൽ ആവറേജ് വേരിയബിൾ കോസ്റ്റിൻ്റെയും ആവറേജ് ടോട്ടൽ കോസ്റ്റിൻ്റെയും മിനിമം പോയിൻറ്റിലൂടെയാണ് മാർജിനൽ കോസ്റ്റ് കടന്നു പോകുന്നത്. ദെൻ ആവറേജ് ഫിക്സഡ് കോസ്റ്റിൻ്റെ ഷേപ്പ് റെക്റ്റാങ്കുലർ ഹൈപ്പർബോളയാണ്. റെക്റ്റാങ്കുലർ ഹൈപ്പർബോള, ഷേപ്പ് ഓഫ് ആവറേജ് ഫിക്സഡ് കോസ്റ്റ് റെക്റ്റാങ്കുലർ ഹൈപ്പർബോള. ദെൻ ലെറ്റ്സ് ഫൈൻഡ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എം സി ആൻഡ് എ സി. എ സിയുടെ മിനിമം പോയിൻറ്റിലൂടെയാണ് എം സി കടന്നു പോകുന്നത്. When AC falls, MC also falls, but MC is lower than AC. When AC increasing, MC is also increasing, but MC is higher than AC. MC cut AC from below at AC's minimum point. These are the three relationships. AC കുറഞ്ഞു വരുമ്പോൾ എം സിയും കുറയുന്നു, പക്ഷേ എം സി എന്ന് പറയുന്നത് എ സിനേക്കാൾ താഴെയാണ്. ദെൻ എ സി ഇൻക്രീസ് ചെയ്യുമ്പോൾ എം സി ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, പക്ഷേ എം സി എ സിനേക്കാൾ മുകളിലാണ്. എ സിൻ്റെ മിനിമം പോയിൻറ്റിലൂടെ എം സി കടന്നു പോകുന്നു. ഇത്രയുമാണ് ഈ മൂന്ന് റിലേഷൻഷിപ്പാണ് ഇതിൽ പഠിക്കാനുള്ളത്. എ സി ഫോൾസ്, എം സി ഓൾസോ ഫോൾസ്, ബട്ട് എം സി ഈസ് ലെസ് ദാൻ എ സി. വെൻ എ സി ഇൻക്രീസിങ്, MC is also increasing, but MC is higher than AC. Then MC cut AC at its minimum point. Then production and cost ആണ് നമ്മൾ അടുത്തതായിട്ട് നോക്കാനുള്ളത്. ആവറേജ് പ്രോഡക്റ്റ്, മാർജിനൽ പ്രോഡക്റ്റ്. അപ്പോൾ ഇതിൽ ടോട്ടൽ പ്രോഡക്റ്റ് കർവ് അവിടെ കാണിച്ചിട്ടുണ്ട്. ദെൻ മാർജിനൽ കോസ്റ്റും വേരിയബിൾ കോസ്റ്റുമാണ്. ഇനി മാർജിനൽ പ്രോഡക്റ്റ് ആവറേജ് പ്രോഡക്റ്റ് അനുസരിച്ച് അതിൻ്റെ വേരിയബിൾ കോസ്റ്റും മാർജിനൽ കോസ്റ്റും നമുക്ക് നോക്കാം. അപ്പോൾ ആവറേജ് പ്രോഡക്റ്റും മാർജിനൽ പ്രോഡക്റ്റും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റിൽ തന്നെയാണ് മാർജിനൽ കോസ്റ്റും വേരിയബിൾ കോസ്റ്റും മീറ്റ് ചെയ്യുന്നത്. ഓക്കെ. ദെൻ ലോങ് റൺ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലോങ് റൺ ഓൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആർ വാരിയിങ്. അപ്പോൾ സൈസ് ഓഫ് പ്ലാന്റ് ഇൻക്രീസ് ചെയ്യും ലോങ് റണ്ണിൽ. നോ ഫിക്സഡ് ഇൻപുട്സ്, ഒന്നും ഫിക്സഡ് ആയിട്ട് നിൽക്കുന്നില്ല, എല്ലാം ചേഞ്ച് ചെയ്യും. ലോങ് റൺ ഒരു ലോങ് പീരീഡാണ്, അപ്പോൾ കോസ്റ്റ് ചേഞ്ച് ചെയ്യും, ഫാക്ടേഴ്സൊക്കെ ചേഞ്ച് ചെയ്യും, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനൊക്കെ ചേഞ്ച് ചെയ്യും. ഇപ്പോൾ ലോങ് റൺ ടോട്ടൽ കോസ്റ്റും ലോങ് റൺ വേരിയബിൾ കോസ്റ്റും തമ്മിൽ ഒരു വ്യത്യാസമില്ല. കാരണം എന്താ, അവിടെ ദർ ഈസ് നോ ഫിക്സഡ് കോസ്റ്റ്. ഇനി ലോങ് റൺ ടോട്ടൽ കോസ്റ്റ് നമുക്ക് നോക്കാം. ലോങ് റൺ ടോട്ടൽ കോസ്റ്റിൻ്റെ ഷേപ്പ് സീറോയിൽ നിന്നാണ് തുടങ്ങുന്നത്. ഇനീഷ്യലി ഇൻക്രീസ് അറ്റ് ഡിക്രീസിങ് റേറ്റ്, ദെൻ ഇൻക്രീസ് അറ്റ് ഇൻക്രീസിങ് റേറ്റ്. പിന്നെ ടോട്ടൽ കോസ്റ്റ്, ടോട്ടൽ വേരിയബിൾ കോസ്റ്റ്, ഇത് നമ്മൾ ലോങ് റൺ ഷോർട്ട് റൺ തമ്മിലുള്ള
കമ്പാരിസൺ ആണ് കൊടുത്തിട്ടുള്ളത്. ലോങ് റൺ ടോട്ടൽ കോസ്റ്റ് നോക്കുക, ദെൻ ഷോർട്ട് റൺ ടോട്ടൽ കോസ്റ്റ്. ഷോർട്ട് റൺ ടോട്ടൽ കോസ്റ്റ് എവിടെ നിന്നാണ്? ഫിക്സഡ് കോസ്റ്റിൻ്റെ മുകളിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ ലോങ് റൺ ടോട്ടൽ കോസ്റ്റ് ഒറിജിനിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ലോങ് റൺ ആവറേജ് കോസ്റ്റ്. ലോങ് റൺ ആവറേജ് കോസ്റ്റ് എന്ന് പറയുന്നത് ഒരുപാട് ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റിൽ നിന്നാണ് ഡിറൈവ് ചെയ്യുന്നത്. ഒരുപാട് ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റുകൾ ചേർന്നതാണ് ഒരു ലോങ് റൺ ആവറേജ് കോസ്റ്റ്. അപ്പോൾ ഇതിനെ നമ്മൾ വിളിക്കാം പ്ലാനിങ് കേർവ് അല്ലെങ്കിൽ എൻവലപ്പ് കേർവ് എന്നൊക്കെ വിളിക്കാം. ഇനി ലോങ് റൺ ആവറേജ് കോസ്റ്റ് യു ഷേപ്ഡ് ആണ്. യു ഷേപ്ഡ് ലോങ് റൺ കോസ്റ്റാണ്. ഇനി നമുക്ക് മോഡേൺ തിയറി ഓഫ് കോസ്റ്റ്. അതിൽ SAVC, SMC, ഷോർട്ട് റൺ ആവറേജ് വേരിയബിൾ കോസ്റ്റ്, ഷോർട്ട് റൺ മാർജിനൽ കോസ്റ്റ് എന്നിവയാണ് കാണുന്നത്. ഷോർട്ട് റൺ ആവറേജ് വേരിയബിൾ കോസ്റ്റും ഷോർട്ട് റൺ മാർജിനൽ കോസ്റ്റുമാണ് തന്നിട്ടുള്ളത്. ഇപ്പോൾ മോഡേൺ തിയറിയിലെ കോസ്റ്റ് എന്ന് പറയുന്നത് സോസർ ഷേപ്പാണ്. SAVC സോസർ ഷേപ്പാണ്. അല്ല, SAVC ഒരു കപ്പും സോസറിൻ്റെ ഷേപ്പിലാണ്. സോസറിൻ്റെ അടിഭാഗം പോലെയാണ് നമുക്കവിടെ കാണുന്നത്. കാരണം എന്താ വെച്ചാൽ ഫസ്റ്റിൽ ഡിക്രീസിങ് ആണ്, ദെൻ ഒരു സ്റ്റേബിൾ ലൈനിലെത്തി, പിന്നെ ഇൻക്രീസിങ് ആണ്. ഇനി SAVCയിൽ റിസർവ് കപ്പാസിറ്റി ഉണ്ട്. MC ആൻഡ് SAVC അല്ല ഈക്വൽ ആവുന്ന പോയിന്റിൽ നമുക്കിവിടെ AB എന്നുള്ള പോയിന്റ് എടുത്താൽ Q1 Q2 എന്നുള്ളതിൻ്റെ ഡിസ്റ്റൻസിൽ റിസർവ് കപ്പാസിറ്റി ഉണ്ട്. ട്രഡീഷണൽ തിയറീനെ അപേക്ഷിച്ച് മോഡേൺ തിയറിയിൽ നമ്മൾ റിസർവ് കപ്പാസിറ്റി കണക്കാക്കുന്നുണ്ട്. ഒരു ഫാക്ടറി ഉണ്ടാക്കുമ്പോൾ എങ്ങാനും ഒരു മെഷീനറി ബ്രേക്ക് ഡൗൺ ആകുമ്പോൾ അതിന് പകരം വേറൊന്ന് യൂസ് ചെയ്യാനായിട്ട് കരുതും എന്നാണ് റിസർവ് കപ്പാസിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Both the curves first fall up to A and SMC curve lies below SAVC. Optimum output over the flat segment. Then modern theory of cost SAC എന്ന് പറയുന്നത് ആവറേജ് ഫിക്സഡ് കോസ്റ്റും ആവറേജ് വേരിയബിൾ കോസ്റ്റും ചേർന്നതാണ്. AFC fall continuously. Then SAC falls continuously up to the last point of reserve capacity. ഇവിടെ റിസർവ് കപ്പാസിറ്റി നമ്മൾ കാണിച്ചിട്ടുണ്ട്. റിസർവ് കപ്പാസിറ്റിയുടെ ലാസ്റ്റ് പോയിന്റ് വരെ നമുക്ക് എന്താണ് SAC കണ്ടിന്യൂസ് ആയിട്ട് കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ റിസർവ് കപ്പാസിറ്റി കഴിഞ്ഞാലാണ് എല്ലാം ഷൂട്ടപ്പ് ചെയ്യുക. അതായത് മാർജിനൽ കോസ്റ്റ്, ആവറേജ് വേരിയബിൾ കോസ്റ്റ് ഒക്കെ ഇൻക്രീസ് ചെയ്ത് വരും. എന്നുള്ള പോയിന്റ് കഴിഞ്ഞാൽ ആവറേജ് ഫിക്സഡ് കോസ്റ്റിൻ്റെ ഷേപ്പ് നമ്മൾ നോക്കിയതാണ്. എന്തായിരുന്നു? റെക്റ്റാങ്കുലർ ഹൈപ്പർബോള. ദെൻ മോഡേൺ തിയറി ഓഫ് കോസ്റ്റിൽ SAC എന്നുള്ളതാണ് അവിടെ കാണിക്കുന്നത്. SAC ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ്. മോഡേൺ തിയറിയിൽ ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റിൻ്റെ ഷേപ്പാണ് ഇവിടെ കാണിക്കുന്നത്. ദെൻ മോഡേൺ തിയറി ഓഫ് കോസ്റ്റിൽ ലോങ് റൺ കോസ്റ്റ് L ഷേപ്ഡ് ആണ്. ലോങ് റൺ കോസ്റ്റ് എന്ന് പറയുന്നത് L ഷേപ്ഡ് ആണ്. കാരണം എന്താണ്? പ്രൊഡക്ഷൻ കോസ്റ്റ് വെൻ ലാർജ് വോള്യൂം ഓഫ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ കോസ്റ്റ് കുറഞ്ഞു വരും എന്നാണ് പറയുന്നത്. LAC ഡസ് നോട്ട് റൈസ് ബട്ട് കണ്ടിന്യൂസ് ഇറ്റ്സ് ഡൗൺവേർഡ് ട്രെൻഡ്. ദെൻ ഇനി നമുക്ക് എക്കോണമീസ് ഓഫ് സ്കെയിലാണ് നമ്മൾ പഠിക്കാനുള്ളത്. എക്കോണമീസ് ഓഫ് സ്കെയിൽ ആൻഡ് എക്കോണമീസ് ഓഫ് സ്കെയിൽ ആൻഡ് ഡിസെക്കോണമീസ് ഓഫ് സ്കെയിൽ എന്നുള്ളത്. അപ്പോൾ എക്കോണമീസ് ഓഫ് സ്കെയിൽ എന്ന് പറഞ്ഞാൽ രണ്ട് തരത്തിലുണ്ട്. ഇൻറ്റേർണൽ എക്കോണമീസും എക്സ്റ്റേർണൽ എക്കോണമീസും. Refer to real economies which arise from expansion of the planned size of the organization. These economies arise from the growth of organization itself. External economies എന്ന് പറഞ്ഞാൽ ഓർഗനൈസേഷന് പുറത്ത് ഒക്കർ ചെയ്യുന്നതാണ്. These economies occur within the industries which benefit the organization. Then economies of scale internal diseconomies ഉണ്ട്, അതേപോലെ തന്നെ എക്സ്റ്റേണൽ ഡിസെക്കോണമീസ് ഉണ്ട്. ഡിസെക്കോണമീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡീമെറിറ്റ്സ് ആണ്, അല്ലെങ്കിൽ സോഷ്യൽ കോസ്റ്റ് ആണ്, സൊസൈറ്റിയിലേക്കുള്ള കോസ്റ്റാണ്. Raise cost of production and organization. The main factors that influence the cost of production of the organization include lack of decision, supervision, technical difficulties. These are the internal diseconomies. Then external diseconomies എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് എക്സ്പാൻഷൻ ഓഫ് ഓർഗനൈസേഷൻ്റെ ഭാഗമായിട്ട് ഇൻഡസ്ട്രിയുടെ ഭാഗമായിട്ട് വരുന്ന
ഡീമെറിറ്റ്സ് ആണ് അല്ലെങ്കിൽ കോസ്റ്റ് ആണ്. അപ്പോൾ സ്കേഴ്സിറ്റി ഓഫ് റോ മെറ്റീരിയൽസ്, ലോ സപ്ലൈ ഓഫ് സ്കിൽഡ് ലേബറേഴ്സ്, ഇതൊക്കെയാണ് നമ്മളവിടെ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ താങ്ക് യു.